എല്ലാവർക്കും ജോക്കിച്ചൻ ഡയറീസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ അമൃതം പൊടി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി അമൃതം പൊടി ഇല്ല എന്ന് പറഞ്ഞാൽ ആരും വിഷമിക്കേണ്ടതില്ല. ഇതുപോലെ തയ്യാറാക്കിയാൽ മതി. നമ്മുടെ അമൃതം പൊടിയുടെ അതേ രുചി തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂട്ടത്തിലുള്ള ബെല്ലൈക്കൺ കൂടെ അമർത്തിയാൽ മാത്രമാണ് ഞാൻ അടുത്ത വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇതിനായിട്ട് ഞാൻ 250 ഗ്രാം ഗോതമ്പ് എടുത്തിട്ടുണ്ട്. അതുപോലെ സോയ ഒരു 50 ഗ്രാം എടുത്തിട്ടുണ്ട്. നിലക്കടലയും ഒരു 50 ഗ്രാം എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്ന കടലപ്പരിപ്പാണ്, അതൊരു 75 ഗ്രാം എടുത്തിട്ടുണ്ട്. പിന്നെ പഞ്ചസാരയാണ് ചേർക്കുന്നത്, അതും ഒരു 75 ഗ്രാം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് വറുത്തെടുക്കണം. അപ്പം ഞാനിതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് ഇട്ടിട്ടാണ് ഒന്ന് വറുത്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഗോതമ്പ് ഇട്ടിട്ടുണ്ട്, അതൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഈ ഗോതമ്പ് ഞാനൊന്ന് കഴുകി വാരി വെച്ച് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷമാണ് കേട്ടോ ഒന്ന് വറുക്കുന്നത്. അപ്പോൾ കഴുകിയില്ലെങ്കിൽ അതിൽ ചെളിയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ കഴുകിയിട്ട് വേണം നമ്മൾ ഗോതമ്പൊക്കെ ഒന്ന് വറുത്തെടുക്കാനായിട്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് എല്ലാം ഒന്ന് വറുത്തെടുത്താൽ മതി. അപ്പോൾ തീ കൂടുതലാണെങ്കിൽ ലോ ഫ്ലെയിമിൽ ഒന്ന് ഇടണം കേട്ടോ. അപ്പോൾ നോക്കിയിട്ട് ഒന്ന് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ കളറ് മാറുന്ന സമയത്ത് നമ്മളിത് ചീനച്ചട്ടിയിൽ നിന്ന് എടുത്ത് മാറ്റുക. പിന്നെ ഇതുപോലെ തന്നെ ഞാനിപ്പോൾ അടുത്തത് സോയാണ് ഇടുന്നത്, അത് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു 1/2 കിലോ അമൃതം പൊടിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ക്വാണ്ടിറ്റിയാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പം നമ്മളിത് വറുത്തെടുക്കുമ്പോൾ കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണേ. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റേ മാറിപ്പോവും. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പോഷകാഹാരമാണിത്. ഇതുകൊണ്ട് ഞാൻ ഒത്തിരി റെസിപ്പീസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പോയി കാണണം. അടുത്തത് ഞാൻ നിലക്കടല ഇട്ടിട്ടുണ്ട്, അത് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നിലക്കടല വറുത്ത കടലയാണെങ്കിൽ ഫ്രൈ ചെയ്യണമെന്നില്ല. ഇപ്പം ഞാനിതെല്ലാം വറക്കാത്തതാണ്, അപ്പോൾ അതുകൊണ്ടാണ് നിലക്കടലയൊക്കെ വറുത്തെടുക്കുന്നത്. അപ്പോൾ നിലക്കടല ഇവിടെ റെഡി ആയിട്ടുണ്ട്, അതും എടുത്ത് മാറ്റുകയാണ്. ഇനി അടുത്ത് ലാസ്റ്റായിട്ട് നമ്മുടെ കടലപ്പരിപ്പ് ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ കടയിൽ പോയി കഴിഞ്ഞാൽ കടലപ്പരിപ്പ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കിത് കിട്ടും. എല്ലാം നന്നായിട്ട് വറുത്തെടുക്കുന്നതുകൊണ്ട് ഇത് നമുക്ക് വെറുതെ വേണമെങ്കിലും കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ്. നമ്മൾ കടലപ്പരിപ്പും നിലക്കടലയും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഒന്ന് ചൂടാറിയതിന് ശേഷം ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ആദ്യം ഗോതമ്പ് ഇട്ടിട്ട് അതിനകത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് പൊടിച്ചിട്ട് വരികയാണ്. അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് പൊടിക്കാൻ പറ്റില്ല. അപ്പോൾ ഒന്ന് പൊടിച്ചതിന് ശേഷം നമ്മൾ ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതൊന്ന് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം, അല്ലെങ്കിൽ ഇതിൽ ഒത്തിരി ഇങ്ങനെ തരികളുണ്ടാവും. അതുകൊണ്ട് നമ്മളിത് അരിച്ചിട്ട് വേണം എന്തായാലും എടുക്കാനായിട്ട്. അപ്പോൾ ഇതൊരു 6 മാസം പ്രായമായിട്ടുള്ള കുട്ടികൾ മുതൽ നമുക്കിത് കൊടുക്കാൻ പറ്റും. ചെറിയ കുട്ടികൾക്കാണെങ്കിൽ നമ്മൾ കുറുക്ക് പോലെ ഉണ്ടാക്കി കൊടുത്താൽ മതി. കുട്ടികൾക്ക് അതൊക്കെ നല്ല ഇഷ്ടമാകും. പിന്നെ വലുതാവും തോറും നമുക്ക് ചിലപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടാതെ വരും. അപ്പോൾ നമ്മൾ ഇതുകൊണ്ട് ഓരോ പലഹാരം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. അപ്പോൾ ഇത് ഇത്രത്തോളം തരികൾ അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് ഒന്നും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ കടലപ്പരിപ്പും സോയയും നിലക്കടലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് എല്ലാം കൂടെ ഇട്ടിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് വരാം. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് പൊടിച്ചിട്ടുണ്ട്. വീണ്ടും നമ്മൾ അരിപ്പ വെച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഇത് അംഗൻവാടിയിൽ നിന്ന് 6 മാസം മുതൽ 3 വയസ്സ് വരെ പ്രായമായിട്ടുള്ള കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു പൊടിയാണ്. അപ്പോൾ ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഞാൻ ഒത്തിരി വീഡിയോയിൽ ഇത് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്. അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള റെസിപ്പിയാണിത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഒത്തിരി തരികൾ കിട്ടിയിട്ടുണ്ട്, അതൊന്ന് ഒന്നും കൂടെ പൊടിച്ചെടുക്കുക. അപ്പോൾ ഞാനിതൊരു 2 പ്രാവശ്യം അരിച്ചെടുക്കുന്നുണ്ട്, കാരണം ഇതിൽ ഒത്തിരി തരികളുള്ളത് കൊണ്ട് 2 പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇനി ലാസ്റ്റായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക. അത്രേ ഉള്ളൂ പരിപാടി. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അമൃതം പൊടി ഇവിടെ തയ്യാറാണ്. അപ്പോൾ ഇതുകൊണ്ട് ഞാൻ ഒത്തിരി സ്നാക്സ് ഒക്കെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്ലേലിസ്റ്റ് തന്നെയുണ്ട്, അത് ഒന്ന് പോയി നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.